ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ലോഹങ്ങളും അലോഹങ്ങളും അല്ലേ? അപ്പോ നമുക്ക് ഈ ചാപ്റ്റർ വളരെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? റെഡിയല്ലേ? ഓക്കേ, നമുക്ക് തുടങ്ങാം. ഒന്ന് ചുറ്റു നോക്കിയേ. നിങ്ങളുടെ ഫോൺ, ഈ മേശ, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം എലമെന്റ്സ്, അതായത് മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഇത്രയധികം മൂലകങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പുകളായി തിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റോഡ് മാപ്പ്. നമ്മൾ 5 പ്രധാന കാര്യങ്ങൾ നോക്കും. ആദ്യം പ്രോപ്പർട്ടീസ്, പിന്നെ മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ റിയാക്ടിവിറ്റി, ആറ്റങ്ങൾ എങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നത്, അവസാനം എങ്ങനെയാണ് അയിരിൽ നിന്ന് അലോയ് വരെ മെറ്റൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കും. അപ്പോൾ വേഗം തുടങ്ങാം. സെക്ഷൻ 1, ഗുണവിശേഷണങ്ങൾ. വലിയ വേർതിരിവ്, അതായത് മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ പ്രധാന വ്യത്യാസങ്ങൾ. നമ്മുടെ മെറ്റൽസ്, അതായത് ലോഹങ്ങൾ എങ്ങനെയുണ്ട്? നല്ല തിളക്കമുണ്ടാവും അല്ലേ? അതിനെ നമ്മൾ ലസ്ട്രസ് എന്ന് പറയും. പിന്നെ അടിച്ചു പരത്താനും വലിച്ചു നീട്ടി കമ്പികളാക്കാനുമൊക്കെ പറ്റും. അതിനാണ് മാലിയബിൾ, ഡക്ടൈൽ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും പ്രധാനമായി അവ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും നന്നായി കടത്തിവിടും. ഇനി നോൺ മെറ്റൽസിന്റെ കാര്യം നോക്കിയാലോ? നേരെ തിരിച്ചാണ്. തിളക്കമില്ല, പൊടിഞ്ഞു പോകും. പിന്നെ ചൂടിനെയോ കരണ്ടിനെയോ ഒന്നും കടത്തിപ്പിടുകയുമില്ല. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം എക്സാമിന് എപ്പോഴും ഈ എക്സെപ്ഷൻസ് അഥവാ അപവാദങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കൂ, മെർക്കുറി ഒരു മെറ്റൽ ആണെങ്കിലും അത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡാണ്. സാധാരണ മെറ്റൽസ് സോളിഡ് അല്ലേ? അതുപോലെ അയഡിൻ ഒരു നോൺ മെറ്റലാണ്, പക്ഷെ അതിന് നല്ല തിളക്കമുണ്ട്. പിന്നെ നമ്മുടെ പെൻസിൽ ലെഡിലുള്ള ഗ്രാഫൈറ്റ് അതൊരു നോൺ മെറ്റൽ ആണെങ്കിലും ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പോ ഈ പോയിന്റുകൾ മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് കടക്കാം. അതായത് വായു, വെള്ളം, ആസിഡ് ഇവയോടൊക്കെ മെറ്റൽസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. മെറ്റൽസും ഓക്സിജനും, അതായത് വായുവുമായി ചേരുമ്പോൾ എന്തുണ്ടാകും? മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകും. പക്ഷേ എല്ലാ മെറ്റൽസും ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. സോഡിയം, പൊട്ടാസ്യം ഒക്കെ തുറന്നു വെച്ചാൽ മതി, കത്താൻ തുടങ്ങും. അത്രയ്ക്ക് റിയാക്റ്റീവാണ്. എന്നാൽ മഗ്നീഷ്യം, അലുമിനിയൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഉണ്ടാകും. അത് കാരണം പിന്നെ റിയാക്ഷൻ നടക്കില്ല. ഇനി ഗോൾഡ്, സിൽവർ പോലുള്ളവയോ? അവയ്ക്ക് ഓക്സിജനോട് ഒരു മൈൻഡും ഇല്ല, റിയാക്ട് ചെയ്യുകയേയില്ല. ഇനി വെള്ളത്തിന്റെ കാര്യം നോക്കാം. ഇവിടെയും കഥ അതുതന്നെയാണ്. റിയാക്ടിവിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട്. സോഡിയവും പൊട്ടാഷ്യവും തണുത്ത വെള്ളത്തിലിട്ടാൽ പോലും ഭയങ്കര റിയാക്ഷനാണ്. എന്നാൽ മഗ്നീഷ്യം തണുത്ത വെള്ളത്തിനോട് പ്രതികരിക്കില്ല, ചൂടുവെള്ളം തന്നെ വേണം. അലുമിനിയം, അയോൺ പോലുള്ളവയാണെങ്കിൽ സ്റ്റീം, അതായത് നീരാവി തന്നെ വേണ്ടിവരും. അവസാനം ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇവർക്ക് വെള്ളത്തിനോടും ഒരു താൽപ്പര്യവുമില്ല. അപ്പോൾ ഒരു മെറ്റലിന്റെ റിയാക്ടിവിറ്റി അറിയാൻ വെള്ളവുമായുള്ള റിയാക്ഷൻ ഒരു നല്ല സൂചനയാണ്. ആസിഡുകളുടെ കാര്യം എളുപ്പമാണ്. ഒരു ജനറൽ റൂളുണ്ട്. മെറ്റൽ ഒരു ഡൈല്യൂട്ട് ആസിഡുമായി ചേർന്നാൽ നമുക്കൊരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തുവെക്കണം. പക്ഷേ ഇവിടെയും ആ റിയാക്ഷന്റെ സ്പീഡ് ഒരു കഥ പറയുന്നുണ്ട്. ചില മെറ്റൽസ് വളരെ വേഗത്തിൽ ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാക്കും, ചിലത് വളരെ പതുക്കെയും. ആ സ്പീഡാണ് നമുക്കതിന്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. സെക്ഷൻ 3, ക്രിയാശീലതയുടെ ലീഡർ ബോർഡ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റിയാക്ടിവിറ്റി വ്യത്യാസങ്ങളില്ലേ, അതിനെയെല്ലാം വിശദീകരിക്കുന്ന ഒരു റാങ്കിംഗ് ലിസ്റ്റാണിത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? എന്തുകൊണ്ടാണ് ചില മെറ്റൽസ് ഇത്രയധികം റിയാക്റ്റീവ് ആവുന്നത്, ചിലത് ഒട്ടും റിയാക്ട് ചെയ്യാത്തത്? ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ടേബിൾ, റിയാക്ടിവിറ്റി സീരീസ്. ഇതിൽ നോക്കൂ, ഏറ്റവും മുകളിൽ പൊട്ടാസ്യം, ഏറ്റവും റിയാക്റ്റീവ്. താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഏറ്റവും താഴെ ഗോൾഡ്, ലീസ്റ്റ് റിയാക്റ്റീവ്. ഇതിലെ പ്രധാന നിയമം ഇതാണ്. ഈ ലിസ്റ്റിൽ മുകളിലുള്ളൊരു മെറ്റലിന് താഴെയുള്ളൊരു മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. ആ പറഞ്ഞ നിയമം, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നു പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ അയൺ കോപ്പറിനും മുകളിലാണ്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് അയൺ ഇട്ടാൽ അയൺ കോപ്പറിനെ അവിടുന്ന് തട്ടിമാറ്റി അയൺ സൾഫേറ്റായി മാറും. പാവം കോപ്പർ പുറത്താവും. സെക്ഷൻ 4, ആറ്റങ്ങൾ എങ്ങനെ ബന്ധിക്കുന്നു? അപ്പോൾ റിയാക്ഷൻസ് എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തിനാണ് ഈ ആറ്റങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നതിന്റെ രഹസ്യം നമുക്ക് നോക്കാം. എല്ലാ കെമിക്കൽ റിയാക്ഷൻസിന്റെയും പിന്നിലെ പ്രധാന കാരണം ഒന്നേ ഉള്ളൂ: സ്റ്റെബിലിറ്റി, അതായത് സ്ഥിരത കൈവരിക്കുക.
നോബൽ ഗ്യാസുകളെപ്പോലെ തങ്ങളുടെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഷെൽ കംപ്ലീറ്റ് ആക്കാനാണ് എല്ലാ ആറ്റംകളും ശ്രമിക്കുന്നത്. ഇതാണ് കളിയുടെ നിയമം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കറിയുപ്പ്, അതായത് സോഡിയം ക്ലോറൈഡ് NaCl ഉണ്ടാവുന്നത്. നോക്കൂ, സോഡിയത്തിന്റെ കയ്യിലൊരു ഇലക്ട്രോൺ കൂടുതലാണ്, ക്ലോറിനാണെങ്കിൽ ഒരെണ്ണം കുറവുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സോഡിയം അതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. അപ്പോൾ സോഡിയം പോസിറ്റീവ് ചാർജുള്ള Na+ അയോണായി, ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള Cl- അയോണായി. ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലൊരു ശക്തമായ ആകർഷണമുണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്, ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം. ആ പറഞ്ഞ ശക്തമായ ബോണ്ട് കാരണം ഈ അയോണിക് കോമ്പൗണ്ട്സിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അവ സാധാരണയായി നല്ല കട്ടിയുള്ള ക്രിസ്റ്റൽ സോളിഡ്സ് ആയിരിക്കും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് എനർജി വേണ്ടിവരുന്നതുകൊണ്ട് അവയ്ക്ക് വളരെ ഉയർന്ന മെൽറ്റിംഗ്, ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും. വെള്ളത്തിൽ നന്നായി ലയിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറന്റ് കടത്തിവിടണമെങ്കിൽ ഒന്നുകിൽ അത് ഉരുകണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കണം. സോളിഡ് സ്റ്റേറ്റില് കറന്റ് കടത്തിവിടില്ല. ശരി, സെക്ഷൻ 5, അയിരിൽ നിന്ന് ലോഹസങ്കരം വരെ. ഇത്രയും നേരം പഠിച്ച കെമിസ്ട്രി യഥാർത്ഥത്തിൽ നമുക്ക് എവിടെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കാം, അതായത് മെറ്റലർജിയിൽ. ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് മെറ്റൽസ് ശുദ്ധമായ രൂപത്തിലല്ല കിട്ടുന്നത്, അയിര് അഥവാ ഓറായിട്ടാണ്. അതിൽ നിന്ന് ശുദ്ധമായ മെറ്റൽ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. അതിന് പ്രധാനമായി 4 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം അയിരിലെ അനാവശ്യ വസ്തുക്കളെ, അതായത് ഗ്യാങ്ങിനെ നീക്കം ചെയ്യണം. അതിന് എൻറിച്ച്മെന്റ് ഓഫ് ഓർ എന്ന് പറയും. രണ്ടാമത് അതിനെ ഒരു ഓക്സൈഡാക്കി മാറ്റണം. മൂന്നാമത് ആ ഓക്സൈഡിൽ നിന്ന് ഓക്സിജനെ മാറ്റി മെറ്റൽ മാത്രമാക്കണം. അതിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അവസാനം കിട്ടിയ മെറ്റലിനെ ഒന്നുകൂടി ശുദ്ധീകരിക്കും. അതാണ് റിഫൈനിങ്. നമ്മൾ കിട്ടുന്ന ശുദ്ധമായ ലോഹങ്ങൾ അതേപടി ഉപയോഗിക്കാറില്ല. അതിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി 2ഓ അതിലധികമോ മെറ്റൽസ് തമ്മിലോ അല്ലെങ്കിൽ ഒരു മെറ്റലും നോൺ മെറ്റലും തമ്മിലോ കൂട്ടിക്കലർത്തും. ഈ ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ അലോയ് അഥവാ ലോഹസങ്കരം എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാഠിന്യം കൂട്ടാനും തുരുമ്പ് പിടിക്കാതിരിക്കാനുമൊക്കെയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് അലോയ്സ് ഉണ്ട്. നോക്കൂ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അയണിന്റെ കൂടെ നിക്കലും ക്രോമിയവും ചേർത്തതാണ്. അതുകൊണ്ടാണ് അത് തുരുമ്പിക്കാത്തതും നല്ല ഉറപ്പുള്ളതും. അതുപോലെ പിച്ചള അഥവാ ബ്രാസ്, അത് കോപ്പറും സിങ്കും ചേർന്നതാണ്. വെങ്കലം അഥവാ ബ്രോൺസ്, അത് കോപ്പറും ടിന്നും. പിന്നെ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സോൾഡർ, അത് ലെഡും ടിന്നും ചേർന്നതാണ്. അപ്പോ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോണുകളെ കൊടുക്കുന്നവരാണ് ഗിവേഴ്സ്. നോൺ മെറ്റൽസ് ആണെങ്കിലോ ഇലക്ട്രോണുകളെ വാങ്ങുന്നവരാണ് ടേക്കേഴ്സ്. ഈ ഒരൊറ്റ പോയിന്റ് ഓർത്തുവെച്ചാൽ മതി. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഇന്ന് നമ്മൾ അയൺ തുരുമ്പിക്കാതിരിക്കാൻ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ഏകദേശം 1600 വർഷം മുൻപ് ഡൽഹിയിലുണ്ടാക്കിയ ഒരു ഇരുമ്പ് തൂൺ, 8 മീറ്ററോളം ഉയരമുള്ള ആ തൂൺ ഇന്നും തുരുമ്പിക്കാതെ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ സാധിച്ചു? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. അപ്പോ എല്ലാവർക്കും പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക.